എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ജർമ്മ 66 ടീം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവരാണെങ്കിൽ അങ്ങനെ വമ്പം പോസൊക്കെ ഇട്ട് കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞ് പുതിയൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് മാറും. ആ വില്ലന്മാരാണെങ്കിൽ അവർ റൗണ്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ അവരുടെ കോട്ടിലോ ഗ്ലാസ്സിലോ ഒരു സ്ക്രാച്ച് പോലും ആ ബുള്ളറ്റ്സിന് വീഴ്ത്താനായിട്ട് കഴിയില്ല. ഇച്ചിച്ചി ആണെങ്കിൽ സാഞ്ചിയെ നോക്കും. അവൻ സാഞ്ചിയോട് പറയും, സാഞ്ചി, ഒരു മിനിറ്റ് പോലും നീ ഇനി ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ജർമ്മ 66 ഞങ്ങൾ ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയും വേഗം ഈ ഐലാൻഡ് ഞങ്ങൾ നശിപ്പിച്ചു കളയും. അത് കേൾക്കേണ്ട താമസം സാഞ്ചിക്കാണെങ്കിൽ അവന്റെ പേടി അത് കൂടി വരും. അതേസമയം ചുറ്റുമുള്ള വില്ലന്മാരാണെങ്കിൽ നിർത്താതെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓവനാണെങ്കിൽ അത് കണ്ട് കലി കയറും. കാരണം അവരെത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടും അവർക്ക് യാതൊരു പരിക്കുകളും പറ്റുന്നില്ല. മാത്രമല്ല 10,000 സോൾജേഴ്സിനെ ജർമ്മ 66 കിണ്ടത്തിലേക്ക് അവർ അയച്ചതാണ്. അവർക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് അവർക്ക് നിങ്ങളെ തകർക്കാൻ സാധിച്ചില്ല എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ചോദിക്കും. അതിനവര് പറയും, അവരെ എല്ലാവരെയും ഞങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തല്ലിക്കൊന്ന് അവിടെ കുമിച്ചു കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പെറുക്കിയെടുക്കാം. അത് കേട്ട് ആ ഓവനും ട്രാൻസ്പോർട്ടർ സ്നെയിലുണ്ടായിരുന്ന മോണ്ടോറും അവർ രണ്ടുപേരും ഷോക്കാവുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ജർമ്മ 66 അവര് തല്ലിക്കൊന്ന ബിഗ് മോമിന്റെ ആൾക്കാരെ കാണിക്കും. എല്ലാവരും അങ്ങനെ കടലിലും കരയിലുമായിട്ട് വീണ് കിടക്കുകയാണ്. സാഞ്ചിയുടെ ബ്രദേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിന്റെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളെ പോലെ ബുദ്ധിയില്ലാത്ത വീക്കായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഞങ്ങളുടെ ടെക്നോളജി അത് കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളെ കൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ്. അത് കേട്ട് വീണ്ടും ഓവനും ടീമിനും ഒരുപാട് ദേഷ്യം. അവരാണെങ്കിൽ അച്ചറം പൊച്ചറം സാഞ്ചിയുടെ ബ്രദേഴ്സിനെയും സാഞ്ചിയെ അറ്റാക്ക് ചെയ്യും. സാഞ്ചിക്കാണെങ്കിൽ എങ്ങനെ ആ അറ്റാക്കിൽ നിന്നല്ല രക്ഷപ്പെട്ട് റുഫിയം കൊണ്ട് തിരികെ കപ്പലിൽ എത്തണം എന്നറിയില്ല. അവനാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് നോക്കും. രക്ഷപ്പെട്ടു പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അറിയാൻ. സാഞ്ചിയുടെ ബ്രദേഴ്സ് ആണെങ്കിൽ സാഞ്ചിയുടെ അടുത്തേക്ക് വന്ന് അവനെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയാണ്. അതേസമയം കടലിൽ നിർത്തിയിട്ടിരുന്ന ബിഗ് മോമിന്റെ കപ്പലുകൾ അതൊന്നൊന്നായിട്ട് പൊട്ടിത്തകരും. അത് തകർക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ദ വിൻഡ് സ്മോക്ക്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സ്മൂത്തിയുടെ സിസ്റ്റേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ സ്മൂത്തിയോട് ചോദിക്കും, നമുക്കും ഓവനെ ഹെൽപ്പ് ചെയ്യാൻ അവിടേക്ക് പോയാലോ? അതിനവള് പറയും, നമ്മുടെ ലക്ഷ്യം ആ സ്ട്രോഹ ടീമാണ്. ഒരു കാരണവശാലും അവരെ വിട്ടുപോകാൻ പാടില്ല. എത്രയും വേഗം അവരെ റൗണ്ട് ചെയ്യണമെന്ന് പറയും. അവൾക്ക് കാര്യം മനസ്സിലായി. സ്ട്രോഹ ടീമും വിൻസ്മോക്കിന്റെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ആ മോണ്ടോറിനെ അവരെ ചീറ്റ് ചെയ്തുവെന്ന്. പക്ഷെ കുഴപ്പമില്ല, അവരെല്ലാവരും ഇപ്പോ എന്റെ കൺമുൻപിലുണ്ട്. നമ്മളെല്ലാവരും ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് സ്മൂത്തി ആണെങ്കിൽ അവളുടെ അസിസ്റ്റൻസിനോട് പറയും. അതേസമയം നാമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ജർമ്മ 66 ടീം ഒരു സത്യത്തില് നമ്മുടെ ശത്രുക്കളല്ലേ, നമ്മുടെ മിത്രങ്ങളാണോ ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആവും. കറക്റ്റ് സമയത്ത് സാഞ്ചി ഇപ്പോ നമ്മുടെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ജിംബൈ ആണെങ്കിൽ സാഞ്ചിയോട് പറയും, ഞങ്ങളെ കൊണ്ട് ഇനിയും കപ്പല് ഐലാൻഡിലേക്ക് അടുപ്പിക്കാനായിട്ട് കഴിയില്ല. അതിന് സാഞ്ചി പറയും, നിങ്ങൾ എത്രയും വേഗം ഹാർബറിലേക്ക് വരണം. ഞാൻ ലൂഫി ആയിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവിടേക്ക് എത്തി നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് കടന്നു പോകണം. ഉടനെ അവരാണെങ്കിൽ കപ്പൽ അങ്ങനെ ടേൺ ചെയ്ത് ഹാർബറിലേക്ക് പോവും. കട്ട് ചെയ്ത ഇവിടെ ബ്രൂലി അവളുടെ ദേഷ്യം കൂടി വരികയാണ്. അതൊരു കാരണവശാലും സ്ട്രോഹ ടീമിനെ ഞാൻ ഇവിടുന്ന് വിടില്ല. കാരണം അവരാണ് എന്നെ ഇത്രയധികം യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങളുടെ ഐലാൻഡിനെ ഈ പരുവത്തിലാക്കിയത്. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ അവർ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അവളും കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. ഉടനെ ചുറ്റുമുണ്ടായിരുന്നവര് ഇപ്പൊ ബ്രൂലിയോട് കട്ടുകുറി അവൻ എവിടെ, അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അതിനവൾ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ്. ഏറ്റവും സ്ട്രെങ്തും പവറുമുള്ള എൻ്റെ ചേട്ടനെ അവനെ ആ ലൂഫി തോൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോടിപ്പോ അടങ്ങാത്ത പകയും ദേഷ്യവുമാണ്. ഓവനാണെങ്കിൽ അപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. എന്തോ ഒരു ട്രിക്ക് അത് പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലൂഫി കട്ടകുറിയെ തോൽപ്പിച്ചത്. ഒരിക്കലും കട്ടകുറിയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും ആവില്ല. അവരെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഓവനും ടീമും ഇപ്പൊ ഞൊടിയിടയിൽ സാഞ്ചിയെയും ലൂഫിയെ റൗണ്ട് ചെയ്യും. ശേഷം അച്ചറം പൊച്ചറം ഇപ്പൊ അവരെ ഷൂട്ട് ചെയ്യാണ്. അതിലൊരു ബുള്ളറ്റ് സാഞ്ചിയുടെ കയ്യിൽ തറച്ചു കയറി ചോര എങ്ങനെ തുളുമ്പും. സാഞ്ചി നിൽക്കാതെ ഓടാനായിട്ട് ശ്രമിക്കുമ്പോ ആ ഓവൻ വില്ലൻ അവൻ ഫ്ലൈ ചെയ്ത് സാഞ്ചിക്ക് നേരെ വരും. ഓവനാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവന്റെ സ്ക്വാഡിൽ ഫയർ കൊണ്ടുവന്ന് അങ്ങനെ സാഞ്ചിക്ക് നേരെ ആഞ്ഞു വീശും. ഇച്ചിച്ചി ആണെങ്കിൽ ആ ഓവൻ വില്ലനെ കാണും. അവന്റെ
കൈയൊക്കെ അങ്ങനെ ഹീറ്റാക്കി മാറ്റി അവന്റെ കൈ അത് റെഡാക്കി ഇപ്പൊ സാഞ്ചി അടിക്കാൻ ഓടി വരും. അത് കാണേണ്ട താമസം ഇച്ചീച്ചി അവനങ്ങനെ ചാടി വന്ന് ആ വില്ലനെ അടിച്ച് താഴെ ഇടുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവന്റെ ബ്രദർ ഇച്ചിച്ചി തന്നെയാണോ അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അവൻ ഒരു സെക്കൻഡ് കണ്ണൊക്കെ തിരുമി അങ്ങനെ ഇച്ചിച്ചിയെ തന്നെ നോക്കുകയാണ്. ഇച്ചിച്ചി ആണെങ്കിൽ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇച്ചിച്ചിയും അവന്റെ ബാക്കിയുള്ള ബ്രദേഴ്സ് എല്ലാവരും ചേർന്ന് സാഞ്ചിയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം തല്ലി അങ്ങനെ ചവിട്ടി കൂട്ടുകയാണ്. ആ മെമ്മറീസ് എല്ലാം ഓർത്ത് സാഞ്ചി അങ്ങനെ ഇമ വെട്ടാതെ ഇച്ചിച്ചിയെ തന്നെ നോക്കി നിൽക്കും. ഉടനെ ഇച്ചിച്ചി ആണെങ്കിൽ സാഞ്ചിയോട് പറയും, സാഞ്ചി ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും വേഗം നിന്റെ ടീംമേറ്റ് ലൂഫി ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഓവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. മാസ്റ്റർ എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിച്ച് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. സാഞ്ചി ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും കുറച്ചു മുൻപേ അവൻ അറ്റാക്ക് ചെയ്യാൻ വന്ന അതേ വില്ലൻ അവനാണെങ്കിൽ വീണ്ടും ആ വലിയ ഹാമറുമായിട്ട് അവന് നേരെ വരികയാണ്. അത് കാണേണ്ട താമസം സാഞ്ചിയുടെ ബ്രദർ ആ പച്ചത്തലയൻ യോഞ്ചി അവൻ എടുത്തു ചാടി ആ ഒരു വലിയ ഹാമർ അത് തല്ലി തകർക്കും. സാഞ്ചി ആണെങ്കിൽ ആ കാഴ്ച കണ്ടും അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. അതിന് യോഞ്ചി ആണെങ്കിൽ സാഞ്ചിയോട് പറയും, സാഞ്ചി ഓടിക്കോ, കണ്ണും തള്ളി നിൽക്കാതെ എത്രയും വേഗം നിന്റെ ഫ്രണ്ടുമായിട്ട് ഇവിടുന്ന് പോ. ഉടനെ സാഞ്ചി അവൻ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ചീറിപ്പായാണ്. അവന്റെ തൊട്ട് താഴെ നിന്ന് ഒരുപാട് വില്ലന്മാര് സാഞ്ചി എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. സാഞ്ചി എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. അതിലൊരു ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് സാഞ്ചിക്ക് നേരെ വരും. ആ ബുള്ളറ്റ് ആണെങ്കിൽ സാഞ്ചിയുടെ തൊട്ടടുത്തെത്തി പൊട്ടിത്തെറിക്കും. ഞൊടിയിടയിൽ നീലത്തലയൻ സാഞ്ചിയെ ലൂഫിയും പിടിച്ചു വലിച്ച് അങ്ങനെ ബുള്ളറ്റ് വേഗത്തിൽ ആ ഒരു അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട് ദൂരേക്ക് പോവും. ആ നീലത്തലയനാണെങ്കിൽ സാഞ്ചിയോട് പറയും, ഹേയ് ഫെയിലിയർ, നീ ഇപ്പോഴും ഒരു ബിഗ് ഫെയിലിയർ തന്നെയാണല്ലേ, നിന്നെ കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് തലവേദന തന്നെയാണെന്ന് പറയും. എന്നിട്ട് വണ്ടർ അടിച്ച് സാഞ്ചി അവനെ നോക്കും. നിന്നോട് ഹെൽപ്പ് ഞാൻ ചോദിച്ചിട്ടില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്ന് പറയും. അതിന് നീലത്തലയൻ, എന്തായാലും കുഴപ്പമില്ല, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞ് ജെ ലൂഫിയെയും അവൻ കുറെ മുന്നിലേക്ക് അങ്ങനെ തള്ളി വിടുകയാണ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് താഴ്ഭാഗം കാണിക്കും. അവിടെ ജർമ്മ 66ന്റെ സോൾജിയേഴ്സ് അവരെല്ലാവരും ചേർന്ന് ബിഗ് മോമിന്റെ ആൾക്കാരെ തല്ലി തല്ലി കൊല്ലുകയാണ്. അറ്റാക്ക് ചെയ്തും ഫയറൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്തും അവരുടെ എല്ലാം തന്നെ 66 നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ലൂഫിയെ കൊണ്ട് വില്ലന്മാരുടെ ഒന്നും കയ്യിൽ ചെന്ന് പെടാതെ മുൻപോട്ടേക്ക് കുതിക്കും. അപ്പൊ താഴത്തുള്ള കുറെ വില്ലന്മാര് ഇപ്പൊ സാഞ്ചിയെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും. അവര് ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്ത വലിയ സിലിണ്ടർ ഗണ്ണ് അതെടുത്ത് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട സാഞ്ചിയുടെ സിസ്റ്റർ അവൾ അവിടേക്ക് ചാടി വന്ന് അവളുടെ പോയിസൺ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. അവളാണെങ്കിൽ ഫുൾ കരുപ്പില് ആ വില്ലന്മാരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബ്രദറിന്റെ ദേഹത്ത് കൈവെക്കും. അവൾക്കാണെങ്കിൽ സാഞ്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ബ്രദേഴ്സിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രദർ. ചെറുപ്പം മുതലേ അവൻ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് വളർന്നു വന്നത്. അങ്ങനെയുള്ള അവനെ ഔട്ട്സൈഡേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഒരിക്കലും അവളെ കൊണ്ട് നോക്കി നിൽക്കാനാവില്ല. റെയ്ച്ചുവിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നും. കാരണം അന്ന് അവള് ഒരുപാട് വിഷമത്തോടെ സാഞ്ചിയുടെ അവസ്ഥ കണ്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞയച്ചത്. പക്ഷേ അവൾക്കന്ന് സാഞ്ചിയെ വിട്ടുപിരിയാൻ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില് അവൾക്ക് ദുഃഖമില്ല. കാരണം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സാഞ്ചി നല്ലൊരു ടീമിന്റെ കയ്യിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. സോ സാഞ്ചിക്ക് നല്ലത് മാത്രമേ വരുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവളാണെങ്കിൽ ചെറുപ്പത്തിൽ എത്രത്തോളം വിഷമിച്ചാണോ സാഞ്ചിയെ പറഞ്ഞയച്ചത്, അതുപോലെ തന്നെ ഇപ്പോഴും ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് സാഞ്ചിയെ രക്ഷിച്ച് അങ്ങനെ മുൻപിലേക്ക് പറഞ്ഞയക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഓവനെയും ഇച്ചീച്ചിയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് വിൻസ്മോക്ക് ആളാണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് ഒരു കൂട്ടം വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ ആ വില്ലന്മാരുടെ എല്ലാവരുടെ ഇടയിലൂടെ ലൂഫിയായിട്ട് സേഫായി മുൻപോട്ടേക്ക് പോകും. കപ്പലിലുള്ള നമ്മുടെ ആൾക്കാരും സാഞ്ചി ലൂഫിയും അങ്ങനെ സ്പീഡിൽ വരുന്നത് കാണും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. സാഞ്ചിയും ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടെ കപ്പലിനടുത്തേക്ക് പാഞ്ഞടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.